ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പി സി ഗഡ് മാസ്റ്റർ. അപ്പോൾ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ KAS എക്സാമിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ നവംബർ 20-21 തീയതികളിലാണ് നടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഇതുവരെ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ ഇതുപോലത്തെ PSCയുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡീറ്റെയിൽഡ് സിലബസിലേക്ക് പോവാം നേരിട്ട് തന്നെ. അപ്പം എക്സാമിൻ്റെ ഡ്യൂറേഷൻ 2 hours ആണ്. ജനറൽ സ്റ്റഡീസ് ആണ് മൂന്ന് പേപ്പറിലുള്ളത്. ജനറൽ സ്റ്റഡീസ് ഫസ്റ്റ് പേപ്പർ 2 hours എക്സാം, മാർക്ക് 100-ലാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-ഉം 2 മണിക്കൂറാണ് പരീക്ഷ, അതും 100 മാർക്കാണ്. ജനറൽ സ്റ്റഡീസ് പാർട്ട് 3-യും 2 മണിക്കൂറാണ് പരീക്ഷ, 100 മാർക്കാണ് ഇതിൻ്റെയും മാർക്ക്. അപ്പോൾ നവംബർ 20-21 തീയതികളിലാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത്. അപ്പോൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1-നകത്ത് ഏതൊക്കെയാണ് സബ്ജക്റ്റ് ഉള്ളത് നമുക്ക് നോക്കാം. മാക്സിമം മാർക്ക് 100-ഉം ഡ്യൂറേഷൻ 2 hours-ഉമാണ്. അപ്പം ആദ്യം തന്നെ ഹിസ്റ്ററി, ഇന്ത്യ ആൻഡ് കേരള. അതിനകത്ത് ഹിസ്റ്ററിയിൽ ആദ്യം വരുന്നത് ഏൻഷ്യൻറ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യയാണ്. അപ്പം നമ്മുടെ പ്രിലിംസ് എക്സാമിനും ഈ ഒരു ഏൻഷ്യൻറ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷന് പഠിക്കുക. അപ്പോൾ ഏൻഷ്യൻറ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യക്കകത്ത് വരുന്നത് സൈലൻറ്റ് ഫീച്ചേഴ്സ് ആൻഡ് മേജർ ലാൻഡ്മാർക്ക് ഓഫ് ഏൻഷ്യൻറ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യ, ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ, മേജർ ഡൈനാസ്റ്റീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ്, സോഷ്യൽ, റിലീജിയസ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ്, പ്രോമിനൻറ്റ് മൂവ്മെൻറ്റ്സ്. പിന്നെ രണ്ടാമത് വരുന്നത് ആദ്യമേ ഏൻഷ്യൻറ്റ് ഇന്ത്യ കഴിഞ്ഞ് പിന്നെ വരുന്നത് മോഡേൺ പീരീഡാണ്, മോഡേൺ ഇന്ത്യയാണ് വരുന്നത്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് വരുന്നത് ഫ്രം 18th century അപ് ടു ദ പ്രസൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോർമലി PSC എക്സാമിന് 18th century ടു 1947 വരെയാണ് പറയാറുള്ളത്. പക്ഷേ ഇതിനകത്ത് വരുന്നത് അപ് ടു പ്രസൻറ്റ് എന്ന് വരെയാണ്. അപ്പം ഇതുവരെയുള്ള കറണ്ട് അഫയർ ഉൾപ്പെടെ ഇതിനകത്ത് ഈ ഒരു മോഡേൺ പീരീഡിനകത്ത് വരും. അപ്പോൾ അതിനകത്ത് സിഗ്നിഫിക്കൻസ് ഈവൻറ്റ്, പേഴ്സണാലിറ്റീസ് ആൻഡ് ഇഷ്യൂസ്, ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ് മൂവ്മെൻറ്റ്സ് ഇൻ ദ 19th and 20th century, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കൺസോളിഡേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആൻഡ് ഹെർ നെയ്ബേഴ്സ്. മൂന്നാമത് വരുന്നത് കേരള ഹിസ്റ്ററിക്കകത്ത് ഫ്രം 18th century ആണ്. പ്രീ ഇൻഡിപെൻഡൻസ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ്, ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, മൂവ്മെൻറ്റ്സ്, ഗവൺമെൻറ്, ലാൻഡ്മാർക്ക് ലെജിസ്ലേച്ചർ ആൻഡ് പോളിസീസ്. പിന്നെ വരുന്നത് ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് ആണ്. ഫ്രം മിഡ് 18th century ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വേൾഡ് വാർ, റിഡ്രോവൽ ഓഫ് നേഷൻസ് ബൗണ്ടറീസ്, കൊളോണിയലിസം, ഡീകൊളോണൈസേഷൻ, ഗ്ലോബലൈസേഷൻ, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, their forms and effects in societies. ഇതൊക്കെ നമുക്ക് നോർമൽ ഒരു PSC എക്സാമിന് ഈ ഒരു വേൾഡ് ഹിസ്റ്ററി നമുക്കധികം വരുന്നില്ല. പക്ഷേ ഈ ഒരു KASൻ്റെ മെയിൻസ് എക്സാമിനേഷന് ഇത് കൂടുതലായിട്ട് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരളയിൽ വരുന്നത് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള, ആർട്സ് ഫോംസ്, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ, സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റീസ്, കേരള ട്രൈബൽ കൾച്ചർ, പിൽഗ്രിംസ്, ടൂറിസ്റ്റ് പ്ലേസസ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. തിയേറ്റർ വരുന്നുണ്ട്, സിനിമ ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. ഹിസ്റ്ററി ആൻഡ് റെവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, അത്രയും അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ജനറൽ സ്റ്റഡീസ് പാർട്ട് 1-നകത്ത് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് പാർട്ട് 2-ൽ വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഇതാണ് ഇതിൻ്റെ പാർട്ട് 2-ൽ വരുന്നത്. ഇതും 2 മണിക്കൂറാണ് ഇതിൻ്റെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ. മിനിമം മാർക്ക് 100 ആണ്. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഇതിനകത്തും ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫുള്ള് ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരുപാടുണ്ട്. അപ്പം ഈ ഒരു സിലബസിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഇത് ഫുൾ എല്ലാം കൂടെ പറയുമ്പോഴത്തേക്കിനും വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ടാണ് ഇത് ഫുള്ള് പറയാത്തത്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് സൈലൻറ്റ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ്
ഫങ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, പാർലമെൻറ്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് വരുന്നത് നാഷണൽ പോളിസീസ് ഓൺ SC ആൻഡ് ST ആൻഡ് ഇന്നോവേഷൻസ്, ബേസിക് ഓഫ് എവറിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻസ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, അതൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ SC ST യുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ ICT ആണ് വരുന്നത്. പിന്നെ വരുന്നത് ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫെൻസ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഇവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാംസ്, ISROയുമായി ബന്ധപ്പെട്ടുള്ള, ഇസ്രോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാംസ്, DRDO വിഷൻ, മിഷൻ ആൻഡ് ആക്ടിവിറ്റീസ്, അതൊക്കെയാണ് ആ ഒരു ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫെൻസിലേക്ക് വരുന്നത്. പിന്നെ വരുന്നത് എനർജി റിക്വയർമെൻറ്റ്സ് ആൻഡ് എഫിഷ്യൻസി. എനർജി റിക്വയർമെൻറ്റ്സ് ആൻഡ് എഫിഷ്യൻസിയിൽ പോളിസി ഓഫ് ഇന്ത്യ വരുന്നുണ്ട്, ഗവൺമെൻറ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് വരുന്നുണ്ട്, എനർജി സെക്യൂരിറ്റി ആൻഡ് ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിനകത്ത് വരുന്നത് ഇഷ്യൂ ആൻഡ് കൺസേൺ റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ്, ഇറ്റ്സ് ലീഗൽ ആസ്പെക്ട്സ്, പോളിസീസ് ആൻഡ് ട്രീറ്റീസ് ആൻഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് അറ്റ് ദ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ബയോഡൈവേഴ്സിറ്റി വരുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റിക്കകത്ത് ക്ലൈമറ്റ് ചേഞ്ച്, ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സ്, പോളിസീസ് ആൻഡ് പ്രോട്ടോക്കോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നു. പിന്നെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, അങ്ങനെയുള്ള കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്, പൊല്യൂഷൻ, കാർബൺ തുടങ്ങിയ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ വരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കറണ്ട് ഇഷ്യൂസ് ഇൻ ഗീവ് ടോപ്പിക്സ്, അങ്ങനെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ഒരു എൻവയോൺമെൻറ്റൽ സ്റ്റഡീസും തുടങ്ങിയുള്ള ഈ ഒരു പാർട്ട് 2 വരുന്ന ഈ ഒരു ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കറണ്ട് അഫേഴ്സും ഇതിൻ്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 2019 മുതൽ ഇങ്ങോട്ടുള്ളത് ഏറ്റവും കുറഞ്ഞത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസിനകത്തും പേപ്പർ 3 വരുന്നത് മാക്സിമം മാർക്ക് 100 ആണ്, ഡ്യൂറേഷൻ 2 hours ആണ്. അതിനകത്ത് വരുന്ന എക്കണോമി ആൻഡ് പ്ലാനിംഗ് ആണ്. എക്കണോമി ആൻഡ് പ്ലാനിങ്ങിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നീതി ആയോഗ് വരുന്നുണ്ട്, നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം, സെക്ടറൽ പ്രൈമറി സെക്ടർ, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി സെക്ടേഴ്സ്, അതുപോലെ അതൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ അഗ്രികൾച്ചർ സെക്ടേഴ്സ്, ലാൻഡ് റിഫോംസ് ഇൻ കേരള, ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇൻ അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ് ആൻഡ് ക്രോപ്പിംഗ് പാറ്റേൺസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദി കൺട്രി, ഇറിഗേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഗ്രീൻ റെവല്യൂഷൻ, ഒരു റെവല്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി പോളിസി, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആൻഡ് പെർഫോമൻസ്, ഗ്രോത്ത് ആൻഡ് പാറ്റേൺ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, സ്മോൾ സ്കെയിൽ സെക്ടേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നു. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യൻ എക്കണോമി, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നു. പിന്നെ വാട്ടർ സപ്ലൈയും, എനർജി ആൻഡ് പവർ സയൻസ് ആൻഡ് ടെക്നോളജി, റൂറൽ ആൻഡ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നു. അതിനകത്താണ് വരുന്നത് എയർപോർട്ട്, റോഡ്, റെയിൽവേ, ടെലികമ്മ്യൂണിക്കേഷൻ, ഡാംസ്, ഐലൻഡ്, വാട്ടർവേസ്, സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ ഓവർ ടൈം, ഗ്രോത്ത് റേറ്റ്, ജെൻഡർ റൂൾ, അർബൻ മൈഗ്രേഷൻ, ലിറ്ററസി, റീജിയണൽ സ്ട്രക്ചർ ആൻഡ് ട്രെൻഡ്സ് ഓഫ് പോവർട്ടി ആൻഡ് ഇനിക്വാളിറ്റി, അൺഎംപ്ലോയ്മെൻറ്റ് ട്രെൻഡ്സ്, സ്ട്രക്ചർ ആൻഡ് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നു. ഈ ഒരു പാർട്ടിനകത്താണ് വരുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്, ജെൻഡർ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ് തുടങ്ങിയ നമ്മൾ സാധാരണ നോർമൽ PSC എക്സാമിന് ഒരു ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡെക്സ് ഒക്കെ കൂടുതലായിട്ട് പഠിക്കാറുണ്ട്. ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര, അല്ലെങ്കിൽ ഏറ്റവും ഹയർ പൊസിഷനിൽ നിൽക്കുന്ന കൺട്രി ഏതെന്നൊക്കെ നമ്മളവിടെ നോക്കാറുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇന്ത്യയുടെ പൊസിഷനൊക്കെ കൃത്യമായിട്ട് നോക്കി വെക്കുക. പിന്നെ വരുന്നത് ഇന്ത്യൻ പബ്ലിക് ഫിനാൻസ്, ഗവൺമെൻറ് ബഡ്ജറ്റിങ്, ഇന്ത്യൻ ടാക്സ് സിസ്റ്റം, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡെഫിഷ്യൻ്റ് ആൻഡ് സബ്സിഡീസ് ഇൻ ഇന്ത്യൻ എക്കണോമി. പിന്നെ ട്രെൻഡ്സ്
composition, structure and direction of Indian foreign trade, the balance of payment situation in the post-reforms period, economy of Kerala state and overview, population, major agriculture, industry, service sectors issues തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നു. ഹിസ്റ്ററി ആൻഡ് റെലവൻറ്റ് പോളിസീസ് ഇൻ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, IT സെക്ടേഴ്സ്, പ്രവാസി ആൻഡ് ഫോറിൻ റെമിറ്റൻസ്, അതൊക്കെ അവിടെ ആ ഒരു ഭാഗത്താണ് വരുന്നത്. പിന്നെ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യം ശരിക്കും പഠിക്കുക. ലാൻഡ് റിഫോം, സോഷ്യൽ സെക്യൂരിറ്റീസ്, ഡെവലപ്പിംഗ് ഓഫ് പവർ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, ഹൗസിംഗ്, ടൂറിസം, വുമൺ എംപവർമെൻറ്റ്, സോഷ്യൽ വെൽഫെയർ സ്കീം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, റൂൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് കേരള പ്ലാനിംഗ് ബോർഡ്, അച്ചീവ്മെൻറ്റ്സ് ഓഫ് കേരള ഇൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടർ, പോളിസീസ്, പ്രോഗ്രാംസ്, ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ഇമ്പാക്ട്സ്, അതൊക്കെയാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ വരുന്നത് ജോഗ്രഫിയിൽ, ജനറൽ ജോഗ്രഫിയിൽ സോളാർ സിസ്റ്റം, മോഷൻസ് ഓഫ് എർത്ത്, കൺസെപ്റ്റ് ഓഫ് ടൈംസ്, സീസൺസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു എക്കണോമിക് ജോഗ്രഫിക്കിൽ കറൻ്റ്ലി ഇഷ്യൂസ് ഇൻ എക്കണോമി ആൻഡ് പ്ലാനിങ് ആൻഡ് ജോഗ്രഫി എന്നുള്ള ആ ഒരു കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നു. ഇതാണ് നമ്മുടെ ഈ KASൻ്റെ മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസ്. അപ്പോൾ ഈ സിലബസിൻ്റെ PDF ഞാൻ ഈ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം.